ഹലോ മക്കളെ, നിങ്ങൾ റിപ്പീറ്ററായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എത്ര മണിക്കൂർ ഒരു ദിവസം പഠിക്കണം എന്നല്ലേ? വളരെ വളരെ ജെന്യുവിൻ ആയിട്ടുള്ള ഡൗട്ടാണ്. ഒരുപാട് പേർക്കുണ്ട്. സോ ഭയങ്കര കൺഫ്യൂഷൻസ് ഉള്ള കാര്യമാണ്. പക്ഷേ എന്നാലും എല്ലാവർക്കും അറിയാം ഒരുപാട് മണിക്കൂർ പഠിക്കണം, ഒരുപാട് സമയം ഇരിക്കണം. പക്ഷെ അതിന് എത്ര എന്നൊരു ലിമിറ്റ് ഉണ്ടോ? ഡെഫിനറ്റ്ലി പറയാം, ഒരു മിനിമം ലിമിറ്റ് ഉണ്ട്, മാക്സിമം ലിമിറ്റ് ഇല്ല. ആൻഡ് ആ മിനിമം ലിമിറ്റ് എന്ന് പറയുന്ന സാധനം എൻ്റെ ഒരു കൺസെപ്റ്റാണ്. ആൻഡ് യു ഹാവ് ടു അക്സെപ്റ്റ് ദാറ്റ് ഓൾസോ. കാരണം ആ ഒരു ലെവലിൽ വർക്ക് ചെയ്തില്ലെങ്കിൽ നമുക്ക് എത്തില്ല എന്നുള്ളതാണ്. നമ്മളൊരു 12 മണിക്കൂറെങ്കിലും ഒരു ദിവസം സ്പെൻഡ് ചെയ്യണം. അത് എസ്പെഷ്യലി ഞാൻ കാണുന്നത് ഇപ്പോൾ റെസിഡൻഷ്യലൊക്കെ ഡോപ്പർ റെസിഡൻഷ്യലിൽ നിൽക്കുന്ന കുട്ടികൾക്ക് നമ്മൾ ഏകദേശം ആ രൂപത്തിലുള്ള ഒരു ടൈം ടേബിളൊക്കെ സെറ്റാക്കി കൊടുത്ത് അവരതിൽ നിന്നിപ്പോൾ ഒരു 1.5 മാസമായി അവർ അടിപൊളിയായിട്ട് അതിൽ ട്രാക്കായി വന്നിട്ടുണ്ട്. പക്ഷേ പുറത്തുള്ള കുട്ടികൾ, എസ്പെഷ്യലി ഡേ സ്കോളർ ആവുന്ന കുട്ടികൾ അല്ലെങ്കിൽ ഓൺലൈൻ പഠിക്കുന്ന കുട്ടികൾ, അവർക്കാണ് ഈ ടൈം ടേബിളിൽ ഒരു പ്രശ്നം വരുന്നത്. സോ നിങ്ങളുടെ ഒരു മിനിമം അവേഴ്സ് എന്ന് പറയുന്ന സാധനം നിങ്ങൾ നിർബന്ധമായിട്ട് ഒരു 12 മണിക്കൂർ വെക്കണം. എന്നിട്ട് ഈ 12 മണിക്കൂർ നമ്മൾ എന്ത് ചെയ്യണം? എനിക്കുള്ള പേഴ്സണൽ എക്സ്പീരിയൻസുകൾ പറയുകയാണെങ്കിൽ ചില കുട്ടികളോടൊക്കെ പറയും മാർക്ക് കുറവാണ് സാർ. അപ്പോൾ ഞാൻ ചോദിക്കും എത്ര മണിക്കൂർ പഠിക്കുന്നുണ്ട് മോളെ? ഞാൻ ഒരു 13-14 മണിക്കൂർ. അപ്പോൾ വെരി ഗുഡ്, ഇറ്റ് ഈസ് ടു ഗുഡ് അല്ലേ? 13-14 മണിക്കൂറൊക്കെ എഫേർട്ട് എടുക്കുക. നമ്മൾ അവരവരുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടിയിട്ട് 14 മണിക്കൂർ ഒരു ദിവസത്തിൽ മാറ്റി വയ്ക്കുക എന്ന് പറഞ്ഞാൽ അവരെ നമുക്ക് എങ്ങനെ ചെയ്യണം? സല്യൂട്ട് അടിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള അത്ര അടിപൊളി മക്കളാണ് നിങ്ങൾ ഓരോരുത്തരും. അങ്ങനെ ആണെങ്കിൽ ഞാൻ ചോദിക്കും എത്ര മണിക്കൂർ എത്ര ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്? അപ്പോൾ പറയും സാർ 30 ക്വസ്റ്റ്യൻ 40 ക്വസ്റ്റ്യൻ. ഞാൻ ചോദിച്ചു അയ്യോ അതെന്താ അങ്ങനെ? അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ സാർ ഫുള്ള് തിയറി വായിച്ചിരിക്കുകയാണ് ചെയ്യുക എന്നൊക്കെ പറയും. സോ ദാറ്റ് ഈസ് എൻറ്റയർലി റോങ്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ജിമ്മിൽ പോകണം. നമ്മൾ 6 പാക്ക് ഉണ്ടാക്കാൻ വേണ്ടി ജിമ്മിൽ പോകുന്നത് എല്ലാ ദിവസവും ജിമ്മിൽ പോയിട്ട് 10 മണിക്കൂർ ഇരിക്കും, പക്ഷെ ഒരിക്കലും വെയിറ്റ് എടുക്കില്ല. അതെങ്ങനെ ഉണ്ടാവും? അതൊരിക്കലും യൂസ്ഫുൾ ആവില്ല അല്ലേ? നമ്മൾ ജിമ്മിൽ പോകുന്നുണ്ടെങ്കിൽ അതിന് കറക്റ്റ് സമയത്ത് എന്ത് ചെയ്യണം? നമ്മൾ അതിനുള്ള വെയിറ്റ് ഒക്കെ എടുത്ത് എക്സസൈസ് ഒക്കെ ചെയ്യണം. ഇതേപോലെ തന്നെ നമ്മൾ 12 മണിക്കൂർ ഇരിക്കുന്നുണ്ടെങ്കിൽ ഒരു ദിവസം 5 മണിക്കൂറെങ്കിലും നമ്മൾ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ടൈം സ്പെൻഡ് ചെയ്യണം. സോ ഈ ഒരു രൂപത്തിൽ ഒരു 12 മണിക്കൂർ ഒരു ദിവസം, അതിലൊരു 5 മണിക്കൂർ ക്വസ്റ്റ്യൻ പ്രാക്ടീസ്, ബാക്കി സമയം നമ്മൾ ക്ലാസ് ആണെങ്കിലും നോട്ട് എഴുതലും ബാക്കി കാര്യങ്ങളും എന്നുള്ള രൂപത്തിൽ നമ്മൾ ഇരിക്കുകയാണെങ്കിലും മക്കളെ യു ആർ ദെയർ. ആൻഡ് ഇത് കണ്ടിന്യൂസ്ലി ഒരു 6-7 മന്ത്സ് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഇപ്പോഴുള്ള മാർക്കോ സ്കോറോ നിങ്ങളുടെ പൊസിഷനോ ഒന്നും നോക്കണ്ട. യു ആർ ഇൻ എ മെഡിക്കൽ കോളേജ്, യു ആർ എ ഫ്യൂച്ചർ ഡോക്ടർ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡി ആവുക. ആൻഡ് നിങ്ങൾക്ക് പഠന റിലേറ്റഡ് ആയിട്ട് നിങ്ങളുടെ മെൻറ്റാലിറ്റി റിലേറ്റഡ് ആയിട്ട് മറ്റെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? പ്ലീസ് കമൻറ്റ് ബിലോ, ഐ വിൽ ബി ആൻസറിങ് ടു യു. ആൻഡ് കൂടുതൽ വിവരങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? ഡെഫിനറ്റ്ലി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാൻ മറക്കണ്ട. ലെറ്റ്സ് ബിൽഡ് എ ബിഗ് കമ്മ്യൂണിറ്റി അറൗണ്ട് us. Okay, so thank you, bye bye, we'll meet you on another video.